മണിയാ, എൻ്റെ ഒരു 10-25 വർഷത്തെ ഈ ബാല അനുഭവത്തിൽ ഞാൻ നിന്നെ ഇത് പഠിപ്പിച്ചു തരാം. പക്ഷെ ബാലയിൽ ഇതില്ല. അല്ലാടെ സീരിയലിന്റെ ടോണൊക്കെ എനിക്കറിയാം. അല്ല, ഈ സീരിയൽ എന്ന് പറയുന്ന പഴയ ലോകം. ബാല എന്ന് പറയുന്ന പണ്ട് കാസറ്റ് ഇട്ടിട്ട് മറ്റേ ആട് പ്ലാവിലെ ചൈക്കുമ്പോൾ അതല്ല ഇതെന്ന് എനിക്കറിയാം. ആവെങ്കിൽ നീ ചെയ്യും. സീരിയൽ വലിയ സംഭവം എനിക്കറിയാം. ഭാവവും വികാരങ്ങൾ വിചാരങ്ങൾ എല്ലാം മുഖത്ത് മിന്നി മറയണം. സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ സഹോദരിയെ കൊന്നതിനെ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്ന കഥാപാത്രമാണ് നീ. ഞാൻ ഈ വന്നതേ ഉള്ളൂ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ നിന്റെ ആ വികാരം മുഴുവൻ നിന്റെ മുഖത്ത് കാണണം. പക്ഷെ അത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോ നീ ഗൾഫിലോട്ട് പോകുക, അതല്ല പ്രശ്നം. ഇവിടെ നിന്റെ സഹോദരിയെ കൊന്നവൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നശിപ്പിച്ചവൻ അവിടെ വന്ന് നിൽക്കുകയാണ്. അവനെ പ്രതികാരം ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഞാൻ ആക്ഷൻ പറയുമ്പോൾ പറഞ്ഞു. അപ്പൊ ഡയലോഗ് അറിയാലോ, കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. ഇങ്ങനെ ഞാൻ നിന്നാലേ നീ അങ്ങനെ നിൽക്കണ്ട. നീ എന്ത് ഓടിക്കാൻ കളിക്കാൻ പോകുന്ന മര്യാദ നില്ല മണിയാ. ഓക്കെ, റെഡി റെഡി ആക്ഷൻ. കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടിയുടെ സെക്രട്ടറി പേഴ്സ് അടിച്ച് മാറ്റിയത്. മണിയാ, ആദ്യത്തേത് ഓക്കെ അല്ലേ? എന്താണ് ഡയലോഗ് യഥാർത്ഥത്തിൽ? സെക്രട്ടറി എടാ, അതല്ല ഡയലോഗ്. പിന്നെ കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. അത് പോട്ട്, നീ ഇനി മിണ്ടണ്ട. അടുത്ത ഡയലോഗ് നോക്ക്. എന്നിട്ടും എൻ്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞു ദുഷ്ട. ഡയലോഗ് അറിയാലോ? എന്നിട്ടും എൻ്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞു ദുഷ്ട. സകല വികാരത്തോടു കൂടി നീ അവിടെ തുപ്പാൻ പോന്നാ? ഇല്ല, കാണാ പഠിക്കാണ്. എന്നിട്ടും എൻ്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞോ ദുഷ്ട. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതുമല്ല, അത് പിന്നീട് അപ്പൊ മറ്റേ മുറിച്ചെടുക്കാം. നല്ല വികാരത്തോട് കാര്യം നിന്റെ സഹോദരിക്ക് ഒരു എന്തോ അത്യാഗത സംഭവിച്ചിരിക്കുകയാണ്. ഓക്കെ, റെഡി? വികാരം വേണ്ടേ? വികാരം എല്ലാം വേണം. റെഡി ആക്ഷൻ. വികാരത്തോടെ എന്നിട്ട് എന്റെ സഹോദരനെ കൊല്ലും ഞാൻ. വികാരം വന്നില്ലേ? നിന്റെ പെങ്ങളെ കണ്ണിൽ എന്താ വാരിയിട്ട്? തോരൻ പരിപ്പ്. ആര് പറഞ്ഞു? നിന്റെ സാമ്പാർ വെക്കാൻ വന്ന പെങ്ങളെ കണ്ണൂരി അങ്ങനെ എന്തോ തോരാക്കയത്തിലാക്കി മനസ്സിലായി. ഞാൻ ആക്ഷൻ പറയുമ്പോ നീ അതിന്റെ കൂടെ അതുകൂടെ പറയല്ലേ മണിയാ? അത് രക്ഷപ്പെടൂല്ലോ നിന്റെ ജീവിതത്തിൽ. തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞു ദുഷ്ട. തോരാക്കയത്തില്. റെഡി റെഡി? നന്നായിട്ട് ചെയ്യണം മണിയാ. ആക്ഷൻ. ഒന്നുകൂടെ പറയണേ. ഒരു വട്ടം ഈ ആക്ഷനൊക്കെ നീ ഡയറക്റ്റ് അടുത്ത് ഒന്നുകൂടെ ആക്ഷൻ പറയാൻ പറയല്ലേ? ഓക്കെ, റെഡി ആക്ഷൻ. എന്നിട്ടും എന്റെ സഹോദരിയുടെ കയ്യിരുന്ന് തോരൻ പരിപ്പ് നീ മുണ്ടാക്കത്ത് ഇറക്കില്ലേടാ ദുഷ്ട. ഓക്കെ, നന്നായിരിക്കും. നീ 6 ഗ്ലാസ് കഴുകി പെട്ടെന്ന് ചായ ഒക്കെ ഉണ്ടാക്കി അടുപ്പൊക്കെ കഴിവും. ഞാൻ പറഞ്ഞല്ലേ അത് നിനക്ക് മുണ്ടക്കൈ എവിടെ നിന്ന് വന്നറാ? ഒരു കയത്തിന്റെ പേര് ഇവിടെ പറഞ്ഞത് ആശായി. അത് തോരാക്കയല്ലേ? അത് മുണ്ടക്കയത്തിന്റെ 1 കിലോമീറ്റർ ബാക്കിലല്ലേ? തോരാക്കയോ? അങ്ങനല്ലേ? എടാ സാമദ്രോഗി, തോരാക്കയോ എന്ന് പറഞ്ഞാൽ തീരാത്ത ദുഃഖം. നീ അത് നീ കൈ തട്ട് നോക്കിയാണ്. നീ അങ്ങനെ കൈ നിടല്ലേ? എടേ, നീ മറ്റേ ഡയലോഗ് പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത് നീ പറയുമെന്ന് എനിക്കറിയാം. പറയണ്ട. നീ നിന്റെ അവസാനം എന്റെ കറുത്ത കരങ്ങളിൽ ബ്രാക്കറ്റിൽ അവിടെ കിടക്കട്ടെ. അത് അവര് ചെയ്യിച്ചോളും നിന്നെ. അത് ആക്ടിവിറ്റീസ് ആണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്. എന്തെന്നറിയാമോ? ഈ കട്ടപ്പന എന്ന് പറഞ്ഞോണ്ടാണ് എനിക്ക് പറയാൻ പറ്റും. പിന്നെ നിനക്ക് എന്താ പറയാൻ പറ്റും? നമുക്ക് ഈ കട്ടപ്പന പിന്നെ മംഗലത്ത് പോകണം, മടത്തുവിള എന്നാക്കിയല്ല. മംഗലത്ത് പോകണം, മടത്തുവിള. കട്ടപ്പന പറയാൻ പറ്റാത്ത നീയാണ് മംഗളത്ത് പോകണം മണത്തുവിള പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞോളാം. അതെന്റെ വീട്ടുകാരാണ്. അതുകൊണ്ട് എനിക്ക് അത് ഈ സ്ക്രിപ്റ്റ് എഴുതിയാൾക്ക് തോന്നണ്ടേ മംഗളത്ത് പോണത്ത് ജനിച്ച പെണ്ണാണെന്ന്. അതുപോലെ തന്നെ ഈ ഇത് എന്ത് കട്ടപ്പന മോളിക്കുട്ടി എനിക്ക് വഴങ്ങൂല. പിന്നെ നിനക്ക് എന്താ വഴങ്ങും? ക്ലാര ഫെർണാണ്ടസ്. മോളിക്കുട്ടി വണങ്ങാത്ത നിനക്കാണ് ക്ലാര ഫെർണാണ്ടസ് വണങ്ങുന്നത്. നിന്നെ കൊണ്ട് ഇത് പറ്റാത്ത പണിയാണ് കേട്ടോ. ഞാൻ ഇതിപ്പോ ഞാൻ ഗൾഫിൽ നിന്ന് പറഞ്ഞ സഹോദരനല്ലേ? ഇതിപ്പോ ഡയലോഗ് പറഞ്ഞ കണ്ടോടാ. ഈ ദുഷ്ടൻ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. എന്റെ മുമ്പിൽ അവൻ നിൽക്കല്ലേ? കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. അത് അവനോടല്ലേ ഞാൻ ചൂണ്ടി പറയുന്നത്. എന്റെ എതിരെ അവൻ നിൽക്കല്ലേ? അപ്പൊ കണ്ടോടാന്ന് ചോദിക്കണോ? ആളടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ കണ്ടില്ലേ? അപ്പൊ അത് വേണ്ട. കണ്ടോടാ വേണ്ട. ഓക്കെ, ഇനി അടുത്ത് കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്നെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം വേണം. ഈ എതിരെ നിൽക്കുന്ന ആളെ ആക്കറിയല്ല ഈ മോളിക്കുട്ടി എവിടെയുള്ളതെന്ന്. ഈ കട്ടപ്പന ഉള്ളതാണെന്ന്. അപ്പൊ അത് വേണോ? കട്ടപ്പന മോളിക്കുട്ടി വേണ്ട. മോളിക്കുട്ടി സെക്രട്ടറി സ്ഥാനം മഹത്വം ഉണ്ടെന്നുള്ളത് ഇവൻ അറിയാം. ഈ പേഴ്സണൽ സെക്രട്ടറി 1.5 വർഷമായി ഇവൻ ജോയിൻ ചെയ്തിട്ട്. പിന്നെ അതറിയാം. അപ്പൊ ഇത് ഇത്രയും വേണ്ട. ഇത് കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്നെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം വേണ്ട. കാര്യം നേർക്ക് നേരെ നിൽക്കുന്നോണ്ട് രണ്ടുപേർക്ക് സംഭവം അറിയാം. വേണമെന്നുണ്ടെങ്കിൽ ആ പോർഷനിൽ ആക്ഷൻ പറയുമ്പം ആക്ഷൻ വേണമെങ്കിൽ പറ. ആക്ഷൻ അത്രയും മതി. കാര്യം അവർക്കെല്ലാം അറിയാം. തന്നെ. അതാണ്. ശരിയടാ, ശരി, നന്നായിരിക്കും.
അടുത്തത് എന്താ? എന്നിട്ടും എന്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞു ദുഷ്ട. ഇത് ഞാൻ പറഞ്ഞല്ലേ? അതെ, എന്റെ സഹോദരിയല്ലേ ഇവൻ കണ്ണീരിന്റെ ഇതായത് തോരാക്കയത്തിൽ. അതിന്റെ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എമർജൻസി വിസയിൽ ഇവിടെ വരണത്. എമർജൻസി വിസയിൽ. ആ വിസയിൽ ഞാൻ ഇവിടെ വരണത്. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ എന്നിട്ടും എന്റെ സഹോദരി തോരാക്കയത്തിലാക്കിയെന്ന് അറിയാം. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. അല്ല അത് അടുത്ത്. അപ്പൊ എന്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞ ദുഷ്ട വേണ്ട. ദുഷ്ടൊന്നും വേണ്ട. കാര്യം ഞാൻ എന്തായിരുന്നാലും എന്റെ സഹോദരിയെ കയത്തിലാക്കിയോണ്ട് ഞാൻ അവനെ അളിയാന്ന് വിളിക്കൂല. അവൻ ദുഷ്ടനാണല്ലോ. അതും വേണ്ട. അപ്പൊ അത് രണ്ടും പോട്ട്. അത് പോട്ട്. ഓക്കെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത് വേണമെങ്കിൽ പറയാം. വേണമെന്നില്ല, ഇത്രയും കളഞ്ഞ സ്ഥിതിക്ക് അത് പറയണ്ട. മറ്റേ പറഞ്ഞാലേ ഇതിന് പ്രസക്തി ഉള്ളൂ. അല്ലെങ്കിൽ വേണം, നിന്നെ ഞാൻ വെറുതെ വിടൂല. ഇന്ന് ഒരു 10 രൂപ കിട്ടി പോയി ചായ കുടിച്ചില്ല. അങ്ങനെ പോകുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞ. അവനെ വെറും കൈയോടെ വിടുന്ന കാര്യമല്ല പറഞ്ഞ, പകരം ചെയ്യുമെന്ന്. അതെന്തായിരുന്നാലും ചെയ്യുമല്ലോ. അത് പറയാം. അതിനാണല്ലോ ഞാൻ എമർജൻസി വിസയിൽ ഇവിടെ വന്നത്. അപ്പൊ അത് വേണ്ട. അതും വേണ്ട. ഓക്കെ, നിന്റെ അവസാനം എന്റെ ഈ കറുത്ത കരങ്ങളിലാണ് ദ്രോഹി. ഇനി നിന്റെ അവസാനം അതാണല്ലോ. അതെ, എന്റെ ഈ കറുത്ത ഇത് കാണിച്ചിട്ട് പിന്നെ കറുപ്പെന്ന് പറയണ്ട. ഇതിൽ തന്നെ ഉണ്ട് കളർ. ഓക്കെ ഓക്കെ. അപ്പൊ അത് വേണ്ട. വെടിവെച്ചിട്ട് ടോന്നാക്കണ്ടല്ല. മാത്രമല്ല ഈ സഹോദരി ഇത്രയൊക്കെ ചെയ്തതിന് എന്തായാലും നമ്മൾ കൊല്ലും. അപ്പൊ അത് വേണോ? അപ്പൊ ഇതിൽ പിന്നെ എന്ത് പറയാം? ദ്രോഹി പറയുന്നുണ്ട്, കുഴപ്പമില്ല. ദ്രോഹി വേണമെങ്കിൽ പറയാം. കാര്യം എന്ത് ചെയ്യും? ഇത്രയും ഭയങ്കരമായ രീതിയിൽ വരുമ്പോഴേ ഞാൻ എന്തായിരുന്നാലും അവനെ അനിയാന്നോ അളിയാന്നോ വിളിക്കില്ല. ദ്രോഹി വേണമെങ്കിൽ വിളിക്കാം. വേണമെങ്കിൽ ഇത് പറയാം. അപ്പൊ ഞാൻ ആക്ഷൻ പറയാം. കാണിച്ചു എന്ത് ചെയ്യുമെന്നുള്ളത്. എന്തായാലും ബാക്കി ഇത്രയും പോയി കിട്ടിയല്ല. ഓക്കെ, റെഡി, ആക്ഷൻ. ദ്രോഹി ബ്രാക്കറ്റിൽ കഴുത്തിരിച്ച് കൊല്ലുന്നു. തീർന്നു, ഒരു പേജ് തീർന്നു. ഇത്രയുള്ള സംഭവം. എറിയാൻ പറ്റിയ സാധനം ഒന്നും ഇവിടെ ഇല്ലല്ലോടാ. ഇത് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞു? എടാ ഇതല്ല അഭിനയം. എടാ അഭിനയം എന്ന് പറഞ്ഞാല് നമുക്ക് ഉള്ളിന്ന് വരണം. അയ്യോ, അത് തീർന്നല്ല. ഉരുളക്കിഴങ്ങിന്ന് വന്നാല എന്താന്ന് അഭിനയം? എടാ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഇപ്പൊ എന്തെങ്കിലും കൈ നിടണമെങ്കിൽ ഇടാം. അത് നമ്മുടെ തന്മയത്വമാണ്. മനസ്സിലായില്ലേ? ഈ ഡയലോഗ് പറഞ്ഞിട്ട് ചിലപ്പം ഒരു ആർട്ടിസ്റ്റ് പറയാണ്, ഞാൻ എന്തെങ്കിലും കൈ നിട്ടോട്ടെ സാർ എന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ കൈ എന്തെങ്കിലും ഇട്ടോ എന്ന് പറയും. അപ്പൊ നിനക്ക് കൈ നിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ കയറി ഒന്നും ഇല്ലാത്തടത്ത് ഡയലോഗ് പറഞ്ഞോളെ. ഓക്കെ, ഞാൻ ആക്ഷൻ പറയാം. കൈ വേണമെങ്കിൽ ഇട്ടോ. ആക്ഷൻ. എന്തുകൊണ്ടാ കാണിച്ചത്? ആശാലി പറഞ്ഞ കൈ നിടാനായിട്ട് കൈ നിടാൻ പറഞ്ഞു. എടാ മാള കൈ കിട്ടുന്നിടത്ത് എറിയാനല്ല പറഞ്ഞത്. ഇത് സാമദ്രോഹി, നിന്നെ ഞാൻ എങ്ങനെയൊന്ന് പഠിപ്പിക്കുന്നു. എടേ അകത്തുനിന്ന് വരണം ഇതിനകത്ത്. അതായത് ആക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ വരണം. ആക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ. മനസ്സിലായോ? ആശാന്റെ മോൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഞാൻ നോക്കുന്നില്ല, ഞാൻ തിരിഞ്ഞിരിക്കാം. നീയാണ് 2 മാസം കഴിയുമ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നു പറഞ്ഞു. ഈ ഏരിയ കണ്ട നിന്നെ ഞാൻ ചൂടുവെള്ളം കോരി ഒഴിക്കും കേട്ടോ. ഇവിടെ ഇരിക്കാൻ പോണേ. ഒന്നുകൂടെ പറയാം. ആക്ഷൻ വരുമ്പോൾ റിയാക്ഷൻ വരണം. ആക്ഷൻ, റിയാക്ഷൻ. അറിയും ഞാൻ കേട്ടോ. നിന്നെ എന്താടാ ഇപ്പൊ കാണിച്ച? കറക്റ്റ് വന്നല്ല. എന്താ കാണിച്ച? ആക്ഷൻ റിയാക്ഷൻ. അത് ഇത് പിന്നെ എങ്ങനെയാണ് മണിയാ? നിനക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. എന്റെ ബാല എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞുതരാം. പക്ഷെ ഇത് ബാല അല്ല. അല്ല, ഇത് സീരിയലാണ്. എനിക്കറിയാടാ. പറഞ്ഞു തന്നാ നീ കറക്റ്റ് ആയിട്ട് ചെയ്തു കളയും. നിങ്ങളിങ്ങനെ ചൂടാവാതെ ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആശാനെ കൂടെ പോയിക്കൊണ്ട് നിന്റെ കൈ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ ഒരാഗ്രഹവും ഇല്ല. അതുകൊണ്ട് പറയാണ്. അതായത് ഞാനാണ് നിന്റെ സഹോദരിയെ നശിപ്പിച്ച ദുഷ്ടൻ സങ്കല്പം. അപ്പൊ ഞാനാണ് നിന്റെ സഹോദരിയെ കൊന്നത്. കഴുത്ത് നിരിച്ച് കൊല്ലുന്നു നീ. നിന്റെ വികാരമാണ്. ഞാനാണ് നിന്റെ സഹോദരിയെ നശിപ്പിച്ചത്. എന്നെ എന്ത് വേണം ചെയ്തോടാ ദുഷ്ട. ഞാൻ നിന്റെ സഹോദരിയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യും? ഞാൻ എന്തോ ചെയ്യണം? ഇപ്പം നിന്റെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ തന്തയ്ക്ക് പറഞ്ഞ ചൗക്കുറ്റി അടിയാൻ നിങ്ങളല്ലേ പറഞ്ഞ നിന്റെ അച്ഛൻ? എടാ അതല്ലെന്ന്. എടാ ഇപ്പൊ നിന്റെ അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നിനക്കൊരു വികാരം ഉണ്ടാവോ? ഉണ്ടാവും. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആത്മഹത്യ എന്ന് പറയുമ്പോൾ നിനക്കൊരു വികാരം ഉണ്ടാവും. അഭിനയത്തിന് ഒറിജിനാലിറ്റി വേണം. അത് എങ്ങനെ? ഇപ്പൊ ഞാനാണ് നിന്റെ സഹോദരിയെ നശിപ്പിച്ച ദുഷ്ടൻ. ഞാനാണ് നിന്റെ സഹോദരിയെ നശിപ്പിച്ചത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നീ അയാളെ കഴിച്ചു നരിച്ചു കൊല്ലണം. ഞാനാണ് ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, എടാ ഞാനാണ് നിന്റെ സഹോദരിയെ കൊന്നത് എന്ന് പറയുമ്പോ നീ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. ആ ആവേശം ഉൾക്കൊള്ളണം. ഡയലോഗ് നോക്കാം. ഡയലോഗ് ഇപ്പൊ വേണ്ട, ആക്ഷൻ മാത്രം മതി. ഓക്കെ, ആക്ഷൻ. ഞാനാണ് നിന്റെ സഹോദരിയെ കൊന്ന ദുഷ്ടൻ. എടാ ദ്രോഹി, നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കുമെടാ ദ്രോഹി. കട്ടപ്പന സെക്രട്ടറി ആയിട്ട് വന്ന ജോണിക്കുട്ടി, എടാ കൊല്ല എനിക്ക് ബ്രാക്കറ്റിന്റെ ആവശ്യം ഇല്ലടാ. എന്റെ സഹോദരി മുണ്ടക്കയത്ത് കൊണ്ടുപോകും.